ഹലോ അസ്സാം വലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, ഇന്ന് ഞാനൊരു ഓട്ടടയും കൊണ്ടാവാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇന്നാളെ ഞാൻ ഓട്ടട ചുട്ടപ്പോൾ എന്നോട് ചോദിച്ചാൽ ഈ ഓട്ടട എങ്ങനെയാണ് ചൂടാന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ കൊണ്ടാവാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്നും വീഡിയോ ഇടുമ്പോൾ കാണും കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല ഇനി കേട്ടോ. അപ്പോൾ ഇതാക്കണേ, നല്ല അടിപൊളിയായിട്ടില്ലേ. നമുക്ക് ഓട്ടട എങ്ങനെയാണെന്ന് ചൂട്ടാന്ന് നോക്കാം. അപ്പോൾ ഇതാക്കണേ, അരി ഞാൻ ഒരു 4 അരി എടുത്തുക്കണം കേട്ടോ. പച്ചരിയാണേ. അത് നല്ലോണം കേകി നമ്മൾ വെള്ളത്തിലിട്ടേക്കും കേട്ടോ. അന്തിക്ക് കിടക്കുമ്പോൾ, അന്തിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ കേകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ നല്ലോണം ഒന്നുകൂടി ഒന്ന് കേകി ആ വെള്ളവും പാരിയാണ് കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ കൊടുന്നിക്കണത്. അപ്പോൾ ഒരുപാട് വെള്ളമാകാനും പാടില്ല, എന്നാൽ പറ്റങ്ങോട്ട് ടൈറ്റ് ആകാനും പാടില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അളവും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചില്ല കേട്ടോ. എത്രയാണ് വെള്ളം മാറ്റിയതെന്ന് ഞാൻ പാരാൻ എങ്ങനെയാണെന്ന് ഞാൻ കാട്ടണമെന്നൊന്നും ഞാൻ അത്ര ആലോചിച്ചില്ല കേട്ടോ. പിന്നെയാണ് ഇപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചപ്പോഴാണ് വെള്ളം പാരുന്ന കണക്കൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ, എന്നെങ്കിലും എല്ലാം അറിയുള്ളൂ എന്നൊക്കെ. അപ്പോൾ അതാക്കണ കണ്ടില്ലേ, നമ്മളെ അരി ഇങ്ങനെ പൊന്തി അരിൻ്റെ മേലൊരു തുള്ളി വെള്ളമേ പാടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് അരി കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ. അപ്പോൾ നമുക്കുണ്ടല്ലോ ഓരോ കമ്മട്ടം ഉണ്ടാകുമല്ലോ. കമ്മട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുണ്ടാകുമല്ലോ, ഇത്ര ആയാലും ഉണ്ടാകും, അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഒരു പൊടി ചോറ്, നമ്മളെ ചോറുണ്ടല്ലോ, തലേന്ന് വെച്ച ചോറുണ്ടാകുമല്ലോ, ബാക്കി കുറച്ച് ഇല്ലെങ്കിൽ കുറച്ചാണ് ബാക്കിയാക്കി വെച്ചാലുണ്ട് ഈ ഓട്ടട ചൂടാനാവുമ്പോഴേ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചോറ് ഇട്ടിക്കണം. പിന്നെ ആ ഒരു തുള്ളി ഇട്ടീനല്ലോ, ആ തുള്ളി അതിന് ഇങ്ങോട്ട് തന്നെ ഇട്ടിക്കണം കേട്ടോ. ഒരുപാട് ചോറ് ആയി കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മളെ ഓട്ടട ഒരു സൈസ് ഒരു ഒട്ടൽ പോലെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ചോറേ ചേർക്കാൻ പറ്റുള്ളേ. അപ്പോൾ അങ്ങനെ അതാ ചായക്ക് വെള്ളം വെച്ചിനി. അപ്പോൾ ഞാൻ ഒരു തുള്ളി വെള്ളം, ചൂടുവെള്ളം കൂടി ഞാൻ പാരും കേട്ടോ. എന്നെങ്കിലേ നമ്മൾ ഓട്ടടയും ചീയപ്പൊക്കെ ആണെങ്കിലും നന്നാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാക്കണേ, അരിയൊക്കെ നല്ലോണം ഒന്ന് അരച്ചെടുത്തുക്കണേ. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് ലൂസല്ല, കുറച്ചുകൂടി ഒരു ടൈറ്റ് ആയിട്ടില്ല മാതിരിയാണല്ലേ മാവ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതെന്താട്ടണം, ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഞാനുണ്ടല്ലോ ഒന്ന് കജ്ജി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഞൊരണ്ടി എടുക്കട്ടോ. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ അതിലത്തെ പാലൊക്കെ ഇട്ട് ഇറങ്ങി നമ്മളെ ഈ അരിക്ക് യോജിപ്പിച്ച് നല്ലൊരു രസമാണ് കേട്ടോ. ഇങ്ങനെ തേങ്ങ ഇട്ട് കാണ്ട് അപ്പം ചൂടാണെന്ന് വെച്ചെങ്കിൽ ഒരു കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നല്ലീരകം ഇടും കേട്ടോ ചിലവരും. അപ്പോൾ നല്ലീരകം പണ്ടുള്ളവരൊക്കെ നല്ലീരകം തേങ്ങയൊക്കെ അരച്ചിട്ട് ഇനി ചുട്ടിനിയത്. ഇപ്പോൾ പിന്നെ നല്ലീരകം ഒന്നും ഇടൂല കേട്ടോ. അപ്പോൾ ഞാൻ ഈ മിക്സിൻ്റെ ജാർക്ക് കുറച്ച് ചൂടായ വെള്ളം ഉണ്ടല്ലോ, നല്ല തിളച്ച വെള്ളം വേണ്ട, ഒന്നും കൂടെ ചൂടായ വെള്ളം പാർന്നിട്ട് നമ്മളെ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് കേകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം കയറാനും പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, തേങ്ങ ഇട്ടു, പിന്നെ കുറച്ച് ചൂടുവെള്ളവും പാർന്നു, ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മളെ ഓട്ടട ചൂടാനുള്ള മാവ്. കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഊറ്റിച്ചാണ്ടല്ലോ, ഒരു പ്രത്യേക മണമാണ് കേട്ടോ നമ്മൾ ഈ ഓട്ടട ചുട്ട് കജുമ്പോൾ. കുറച്ച് ഒരു സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒക്കെ ഒരു കമ്മട്ടാണ് കേട്ടോ. നമ്മൾ പാരുമ്പോഴൊക്കെ അത് ഉണ്ടാവുന്നില്ലത് നമ്മളെ മനസ്സിൽ ഇങ്ങോട്ട് തോന്നും. അപ്പോൾ പിന്നെ അത് തന്നെയാണ് കേട്ടോ അതിൻ്റെ കണക്ക്. പിന്നെ പാകത്തിനെല്ലാം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വെക്കും വേണ്ട കേട്ടോ. അപ്പസോഡൻ്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ. ചിലവർ അപ്പസോഡയൊക്കെ ഇടും, പക്ഷേങ്കിൽ ഞാൻ അപ്പസോഡയൊന്നും ഇടലില്ല. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, മാവൊക്കെ റെഡിയാക്കി വെച്ചിക്കണേ. ഇനി നമുക്ക് തിരിച്ച് മൂട്ടണം. പിന്നെ ഞാൻ അതവിടെ റെഡിയാക്കി വെച്ചിട്ട് കടല ചാറാട്ടോ അതിലേക്ക് വെക്കുന്നത് നമ്മൾ ഓട്ടടയ്ക്ക്. ഈ ഓട്ടടയ്ക്ക് ഉള്ളി കൂട്ടാണ്ടല്ലോ, അത് നല്ല രസമാണ് കേട്ടോ വെച്ചാൽ. അപ്പോൾ ഞാൻ നമ്മളെ കടല കേകി വൃത്തിയാക്കിയിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ വെച്ചിക്കണേ. അപ്പോൾ അതിന് പിന്നെ തിരിച്ച് കത്തിച്ചു. എന്നിട്ട് പിന്നെ ഇതാക്കണേ, നമ്മളെ ഓട്ടടച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ചട്ടി നല്ലോണം ഒന്ന് ചൂടാകണം കേട്ടോ. നല്ലോണം ചൂടായെങ്കിലേ നമ്മളെ ഓട്ടട നന്നാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു ഓട്ടട പാർന്ന് നോക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതായിക്കണം കേട്ടോ, ചൂടായി വന്നിക്കണേ. അപ്പോൾ ഞാനൊരു കയ്യിലും പിന്നെ ഒരു ലേസം കൂടിയും പാരും കേട്ടോ. അപ്പോൾ ഇതാക്കണേ, പാർന്ന് ഒരു ഓട്ടട ചുട്ട് അതിൻ്റെ ഒരു പാകത്തിന് അവിടെ അടയാളാക്കി വന്നിക്കണം കേട്ടോ. അപ്പോൾ അതേമാതിരി തന്നെ പാർന്ന് കൊടുത്തിട്ട് ഇതാപ്പം കണ്ടില്ല, ഓരോ ഓട്ടോ അങ്ങനെ വരുന്നത്. ആ ഓട്ടം അങ്ങനെ വരുന്നതനുസരിച്ച് നമുക്ക് എന്താട്ടോ അവിടെ മൂടിയേക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ മൂടി വെച്ചിക്കണേ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാക്കണേ, നമ്മളെ ഓട്ടട ഇതാക്കണേ വെന്ത് വന്നിക്കണേ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ, കണ്ടോളിട്ടോ. സൂപ്പറായിട്ടില്ല ഓട്ടട. ഇതിക്ക് ചാറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, തേങ്ങ ഉണ്ടായതുകൊണ്ട്.
പിന്നെ ഇവിടെ മക്കൾക്ക് ചാറുമാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല, നല്ല അടിപൊളിയായിട്ടില്ല ഓട്ടട റെഡിയായി മക്കളെ. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം അല്ലേ. അപ്പോൾ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കൊതിയാണല്ലേ. അപ്പോൾ ചിലവർ ഈ ഓട്ടട ചുടലുണ്ടാവില്ല, ചിലവർ ചുടും ചെജ്ജു കേട്ടോ. അപ്പോൾ ഇതാക്കണേ, ഇനി ആരും ഓട്ടട ചൂടാൻ അറിയില്ല എന്ന് പറയരുത്. അപ്പോൾ ഇതാ തിജ്ജ് ഇനി ഒന്നും കൂടിയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കണുണ്ട് കേട്ടോ. തിജ്ജ് കത്തണം എന്നെങ്കിലേ ശരിയാവുള്ളൂ കേട്ടോ നമ്മൾ ഓട്ടട. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ഇനി ബാക്കിയുള്ളതും കൂടി അങ്ങനെ തന്നെ അങ്ങനെ ഈ ഒരു കയ്യിൽ പാർന്നു, പിന്നെ ഒരു പൊടിയോളം പിന്നെയും പാർന്നിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ, ഇനി മറ്റതും കൂടി നമുക്ക് അത് ചുട്ടെടുക്കാം. അപ്പോൾ അതും കൂടി ഉണ്ട് മൂടി വെച്ചിക്കണേ. ഇനി നമുക്കൊന്നും കൂടി തുറന്നു നോക്കാതെ എങ്ങനെയുണ്ടെന്ന് ഇത് നോക്കാമല്ലോ. ഇതും നല്ല അടിപൊളിയായിട്ട് വന്നിക്കണം കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്കൊക്കെ അങ്ങോട്ട് ചുട്ടെടുക്കാം. അപ്പം അങ്ങനെ ഞാനിതാ 2 ഓട്ടട ചുട്ടെടുത്തേക്കണം കേട്ടോ. സൂപ്പർ ഓട്ടട. ഇതിങ്ങനെ കട്ടൻ ചായയും നല്ല ചൂടുള്ള കട്ടൻ ചായയും ഇതിങ്ങനെ കൂട്ടി കുടിച്ചാൽ എന്ത് രസമാണെന്നറിയാം. ഇത് 4 ഒന്നല്ലേ ഇനി കേട്ടോ, ഒരു 5-6 ഉണ്ടീനെ. അപ്പം ഞാനുണ്ടല്ലോ ചുട്ട് കഴിഞ്ഞ് കണ്ട് റബ്ബേ ചുട്ട് കഴിഞ്ഞിട്ടില്ല വീഡിയോ എടുത്തില്ലല്ലോ എന്നപ്പോൾ ബാക്കി ഞാനും സനുട്ടനും ചായ അടിച്ചില്ല, ബാക്കിയുള്ളതാണ് കേട്ടത്. അപ്പം ഞാൻ വേഗം വീഡിയോ എടുത്താണ് കേട്ടോ. ഇത് കണ്ടില്ലേ, സൂപ്പറായിട്ടില്ല നമ്മളെ ഓട്ടട കണ്ടില്ലേ. അപ്പോൾ ചിലത് പൊള്ളക്കും ചേച്ചു കേട്ടോ, നടു ഇങ്ങനെ പൊള്ളച്ച് വരും ചേച്ചുവേ. അപ്പോൾ ഇച്ച് പൊള്ളക്കണേ വലിയ തൃപ്പതി ഇല്ല കേട്ടോ, ഇങ്ങനെയാണതാണ് തൃപ്പതി. അപ്പം നമ്മൾ ഈ ഓട്ടട ഇങ്ങനെ ചുട്ടിട്ടുണ്ടല്ലോ, എങ്ങനെയല്ല വെക്കുക കേട്ടോ. ഇതിനൊരു വെക്കണൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ വെക്കണം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഓട്ടട വെക്കേണ്ടത്. അപ്പോൾ അതിവിടെ അമ്മ പറഞ്ഞിനി കേട്ടോ, ഇങ്ങനെയാണ് ഓട്ടട ചുട്ടുകാണ്ട് വെക്കൽ. അപ്പോൾ ഇമാരൊക്കെ അയൽവക്കത്തിൽ ചേച്ചി ഇങ്ങനെയാണോ പോലും ഓട്ടടയൊക്കെ ചുട്ടാൽ ഇങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ കൗത്തി വെക്കലാണോ പോലും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, നമ്മളെ ഓട്ടടയൊക്കെ റെഡിയായി വന്നിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഒരു കാര്യം പറയാൻ മറന്നേട്ടോ, മിഞ്ഞാന്നൊരു കമൻറ്റ് ഉണ്ടായിനി കേട്ടോ. താത്താ മോതിരങ്ങൾ എന്നും ഇടലുണ്ടോ, ഞങ്ങൾ കാണാൻ വേണ്ടിയാണോ ഒട്ടിക്കണേ എന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടോ. അപ്പോൾ അതെന്താണ്, ഞാൻ പെരുന്നാൾക്ക് ആ മോതിരം ഇട്ടതാണ് കേട്ടോ. പിന്നെ അയച്ചേക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ചൊറുക്കായിട്ട് തോന്നിയിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ കജിമ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇപ്പോൾ മക്കളെ മരിച്ചുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ, ഒരു 3 കഷ്ണം തുണിയല്ലാതെ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചേ ഇടാല്ലതൊക്കെ ഇട്ടാണ് പൂതിയാണ് തീർക്കുക. അപ്പോൾ ഇനി പാത്തച്ചിട്ടൊരു കാര്യമല്ലല്ലോ, അത് എത്തിയിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, വീഡിയോയിൽ കാണുമ്പോൾ അതൊരു ചൊറുക്കാണ്, അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വീഡിയോയിൽ പോളെ പേര് കിട്ടണില്ല, കണ്ണൂരുകാരത്തിയാണ്, ഓളിങ്ങനെ കാട്ടലുണ്ട് കേട്ടോ, ഇങ്ങനെ മോതിരൊക്കെ ഇങ്ങനെ കാട്ടലുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് കോപ്പി അടിച്ച് നോക്കിയതാണ് മക്കളെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.